അങ്ങനെ ആ ഗംഭീര ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ് എമ്പുരാൻ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഐമാക്സ് റിലീസ് തന്നെയാണ് അവർ ഉദ്ദേശിച്ചതും. അങ്ങനെ മലയാളത്തിന്റെ ആദ്യ ഐമാക്സ് റിലീസ് അത് എമ്പുരാനിലൂടെ സാധിച്ചിരിക്കുകയാണ് പൃഥ്വിരാജും ടീം അംഗങ്ങളും. അങ്ങനെ ഒരു അച്ചീവ്മെന്റ് നമുക്ക് പറയാൻ കഴിയും. ഇനി മലയാളത്തിൽ നിന്നും ആദ്യത്തെ ഐമാക്സ് റിലീസ്, മലയാള സിനിമ ചരിത്രത്തിലെ ആദ്യ ഐമാക്സ് റിലീസിനൊരുങ്ങി എമ്പുരാൻ. സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് തന്നെയാണ് ഇക്കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ഐമാക്സും മലയാളം സിനിമയും തമ്മിലുള്ള ദീർഘവും മഹത്തരവുമായ ഒരു ബന്ധത്തിന്റെ തുടക്കമായി ഇത് മാറട്ടെ എന്ന് പൃഥ്വിരാജ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തു. മാർച്ച് 27 ആഗോളതലത്തിൽ സിനിമ റിലീസിന് ഒരുങ്ങുന്നത്. വമ്പൻ സിനിമാ നിർമ്മാണ വിതരണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ചിത്രത്തിന്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് ഇന്നത്തെ അപ്ഡേറ്റിൽ വന്നിരുന്നു. ദിൽ രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കിടേശ്വര ക്രിയേഷൻസ് ചിത്രം ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുമ്പോൾ അനിൽ തടാനി നേതൃത്വം നൽകുന്ന AA ഫിലിംസ് ആണ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ എത്തിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലെ പല ഐമാക്സ് സ്ക്രീനുകളിലും ഈ വമ്പൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എമ്പുരാനെ എത്തിക്കുകയാണ്. എങ്ങനെയായിരിക്കും പൃഥ്വിരാജ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും നടക്കുന്നത്. അനമോർഫിക് ക്യാമറ ലെൻസ് ഉപയോഗിച്ചുള്ള പ്രത്യേക സൈസിലുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് എമ്പുരാൻ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ഐമാക്സ് റേഷ്യോ വ്യത്യസ്തമായ റേഷ്യോ ആണ്. ഇതിലേക്ക് എങ്ങനെ പൃഥ്വിരാജ് ചിത്രീകരിച്ചു, ഐമാക്സിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ഐമാക്സിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന ഫോർമാറ്റ് ഒക്കെ പൃഥ്വിരാജ് നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ കൺവെർഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ലുക്ക് വരിക എന്നതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലാൻഡ്മാർക്ക് തന്നെയാണ്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. ആദ്യത്തെ ഐമാക്സ് സിനിമ, അതും ഗംഭീരമായി എമ്പുരാൻ തന്നെ വരുമ്പോൾ ഇതൊരു വ്യത്യസ്ത മൈൽ സ്റ്റോൺ തന്നെയായി മാറുകയാണ്. എന്നാൽ പുതിയ ചില കാര്യങ്ങൾ കൂടി അറ്റംപ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയാണ് എമ്പുരാൻ എന്നാണ് ഏറ്റവും പുതിയ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് ഒടുവിലാണ് മോഹൻലാൽ നായകനാകുന്ന ഒരു വമ്പൻ ചിത്രം നമ്മൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. വലിയ ആഘോഷിക്കാൻ വക നൽകുന്ന ഒരു ചിത്രം. ഈ ചിത്രത്തിന്റെ ഫാൻ ഷോ ഒക്കെ നോക്കിയിരിക്കുന്ന ഓരോ ആൾക്കാരുണ്ട്. FTFS ഫാൻ ഷോ, ഏറ്റവും ആദ്യം എത്ര നേരത്തെ കാണാൻ പറ്റുമോ അത്രയും നേരത്തെ കാണുക എന്നതൊക്കെ. അതിന്റെ ടൈമിംഗ് ഒക്കെ അടുത്തിടയ്ക്ക് വന്നിരുന്നു. ഇതിലും മുകളിൽ നിൽക്കുന്ന ഒരു ടൈമിംഗ് ഒക്കെയാണ് പ്രേക്ഷകർ അവർക്ക് മുന്നിലേക്ക് വെച്ചത്. കൂടാതെ ഫസ്റ്റ് ഡേ ഷോകളെല്ലാം ഇതിനോടകം തന്നെ വിറ്റ് തീർന്നിരിക്കുന്നു എന്ന കണക്കുകളും വരുന്നുണ്ട്. എല്ലാം ഒത്തുവന്നാൽ മലയാള സിനിമയുടെ തലവര മാറ്റാൻ പോകുന്ന ചിത്രമാകും എമ്പുരാൻ എന്നാണ് വിലയിരുത്തൽ. അത് ബോക്സ് ഓഫീസ് കണക്കുകളും വെച്ച് പറയാൻ കഴിയും. മാർച്ച് 27 എമ്പുരാൻ തിയേറ്ററിൽ എത്തുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാവിലെ 6 മണിക്ക് തുടങ്ങുമെന്നാണ് നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേത് വൈകാതെ അറിയാനും കഴിയും. തമിഴ്നാട്ടിൽ 9 മണിക്കാകും ഫസ്റ്റ് ഷോ നടക്കുക. എന്നാൽ കേരളത്തിൽ 6 മണിക്ക് മുൻപ് ഫസ്റ്റ് ഷോ നടത്താൻ നോക്കുന്നുണ്ടെന്ന് പറയുകയാണ് നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തു. ഇത് ആരാധകർക്ക് വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു. എമ്പുരാന്റെ ചില ഭാഗങ്ങൾ ഞാൻ കണ്ടിരുന്നു. സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, നന്നാവുമെന്ന വിശ്വാസവുമുണ്ട്. ഫസ്റ്റ് ഷോ 6 മണിക്കാണ്. അതിനു മുമ്പ് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നടന്നില്ലെങ്കിൽ 6 മണിക്കാകും ഷോ നടക്കുക എന്നാണ് ഗോകുലം ഗോപാലൻ ഒരു ചാനലിനോട് പറഞ്ഞത്. എന്തായാലും എമ്പുരാന്റെ കാര്യങ്ങളുമായി സോഷ്യൽ മീഡിയ ഇങ്ങനെ കൊഴുക്കുമ്പോൾ, വാർത്താ മാധ്യമങ്ങൾ നിറയുമ്പോൾ, മോഹൻലാൽ ഇപ്പോൾ പുതിയൊരു ലുക്കിൽ ശബരിമല ദർശനത്തിന് എത്തിയിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അയ്യനെ കാണാൻ അദ്ദേഹം പമ്പയിലേക്കാണ് ആദ്യം എത്തിയത്. പമ്പയിൽ നിന്നും കെട്ടുനിറച്ച് അദ്ദേഹം മല കയറി. പമ്പയിലെത്തിയ മോഹൻലാലിനെ ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിച്ചു. മോഹൻലാലിനൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് K മാധവനും ദർശനത്തിനായി എത്തിയിരുന്നു. മാർച്ച് 27 മോഹൻലാൽ നായകനാകുന്ന ചിത്രം എമ്പുരാന്റെ റിലീസ്. സത്യനന്ദിക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിലാണ് മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന 20ാമത്തെ ചിത്രം ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് മോഹൻലാൽ എമ്പുരാന്റെ പരിപാടികൾക്ക് വേണ്ടി ഇറങ്ങുന്നത്. മാർച്ച് 20 എമ്പുരാന്റെ ട്രെയിലർ ലോഞ്ച് ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അതിനു മുമ്പായി മോഹൻലാൽ അയ്യനെ കാണാൻ ശബരിമലയിൽ എത്തിയിരിക്കുന്ന വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ഇന്നേ ദിവസം എത്തിയത്. എമ്പുരാന്റെ റിലീസിന് ഈ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സിനിമയുടെ പ്രൊമോഷനും റിലീസും കഴിയുന്നതുവരെ മറ്റ് കമ്മിറ്റ്മെന്റുകൾ ഒഴിവാക്കിയിരിക്കുകയാണ് മോഹൻലാൽ എന്നതാണ് റിപ്പോർട്ടുകൾ. ആശീർവാദ് സിനിമാസ്, ശ്രീ ഗോകുലം മൂവീസ്, ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച മോഹൻലാൽ ചിത്രം എമ്പുരാൻ പ്രൊമോഷനിൽ വലിയ മൈൽ സ്റ്റോണുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും.